കോഴിക്കോട് കുന്നമംഗലത്ത് റാഗിങ്ങിനെ തുടർന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പരാതി. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത്. മുടിവെട്ടിയ സ്റ്റൈലും ചെരുപ്പും ചോദ്യം ചെയ്ത് 15ഓളം പേർ മർദ്ദിച്ചു എന്നാണ് പരാതി. മുടി അങ്ങനെ വെട്ടി ചെരുപ്പിട്ട് ഇവന്റെ വെള്ളത്തെ ഷൂസ് ഇട്ട് ഞാൻ ക്ലാസ്സിലൊക്കെ വെച്ച് ചെരുപ്പൊക്കെ വലിച്ചു വെട്ടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എക്സാമിന് തുടങ്ങുന്നതിന്റെ മുന്നേ ക്ലാസ് വരുന്നതിന്റെ മുന്നേ 9ാം ക്ലാസ്സിലെ ഒറ്റ വന്ന് അതിനെ പിടിച്ച് ക്ലാസ് കൊണ്ടുപോയി. സ്കൂൾ എക്സാം കഴിഞ്ഞ ശേഷം അയാൾ സ്കൂൾ ബസ് കയറാൻ സമ്മതിച്ചില്ല. അതിൽ വലിച്ചു കൊണ്ടുപോയി വരെ കൊണ്ടുപോയി അതിന് കുറേ ഒരു 15 ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ല ടച്ച് മൂക്കിന്റെ ചോര പറഞ്ഞ പോലെ അവിടെ സ്കൂളിൽ ഇറങ്ങുന്ന ഒരു വളവുണ്ട്. ആ വളവിനാണ് തല വരുന്നത്. ടച്ച് കഴുത്തിന് കുറച്ച് ചവിട്ടുകയൊക്കെ ചെയ്തിട്ട് മൂക്കിന് ചോരയൊക്കെ വന്നു. വർഷ ഗിരീഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. വർഷ, ഈ റാഗിംഗ് നടന്നു എന്നാണല്ലോ കുന്നമംഗലത്ത് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പരാതിപ്പെടുന്നത്. ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഈ റാഗിംഗ് നടന്നപ്പോൾ അത് പ്രിൻസിപ്പളിനെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും ഒക്കെ അറിയിച്ചിരുന്നോ? എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് മാതാപിതാക്കളുടെ പരാതി? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇന്നലെയാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അസ്ലഹിനെയാണ് വിദ്യാർത്ഥികൾ ചേർന്ന് ആക്രമിച്ചത്. 15ഓളം പേരാണ് ആക്രമിച്ചതെന്നും മുഹമ്മദ് അസ്ലഹ് പറയുന്നുണ്ട്. പ്രധാനമായും ആക്രമിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നീ എന്തിനാണ് ഇതുപോലെ ടിപ് ടോപ്പായി സ്കൂളിൽ വരുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും 9ാം ക്ലാസ്സിലെ മർദ്ദിച്ച വിദ്യാർത്ഥികൾ ചോദിച്ചത് എന്നാണ് മുഹമ്മദ് അസ്ലഹ് പറയുന്നത്. താൻ നല്ല ചെരുപ്പും നല്ല രീതിയിൽ മുടി വെട്ടിയാലും എല്ലാം പ്രശ്നമാണ്. ഇതാണ് പ്രധാനമായും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതെന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അസ്ലഹ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ സ്കൂൾ ബസ് കയറാൻ വേണ്ടി അനുവദിച്ചില്ല. ശേഷം സ്വകാര്യ ബസ്സിൽ 2 മണിക്കൂറോളം വൈകിയാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ശേഷം മൂക്കിൽ നിന്നും രക്തം വരുന്നത് കണ്ടാണ് രക്ഷിതാക്കൾ കാര്യം അന്വേഷിച്ചത്. അപ്പോഴാണ് മുഹമ്മദ് അസ്ലഹ് ഈ ഒരു മർദ്ദന കാര്യം വെളിപ്പെടുത്തിയത്. ശേഷം താമരശ്ശേരിയിലും പിന്നീട് ഓമശ്ശേരി ആശുപത്രിയിലും പ്രവേശിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പരിക്ക് തന്നെ കുട്ടിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള യാതൊരു സംഭവം സ്കൂളിൽ ആവർത്തിക്കരുത് എന്നുള്ളത് കാരണം തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ പറയുന്നു. കുന്നമംഗലം പോലീസിലാണ് പരാതി നൽകിയത്. കുന്നമംഗലം പോലീസിൽ വിളിച്ചന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് സ്കൂളിലെത്തത് കാരണം നാളെ സ്കൂളിൽ എത്തുമെന്നും ശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ നില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു പരിക്ക് തന്നെയാണ് കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഗോപികൃഷ്ണൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.